നമസ്കാരം. ശ്രീനി ആലപ്പുഴ. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരുന്നു എന്ന് കരുതുകയാണ്. ഇപ്പോൾ ഈ ലൈവിൽ വരുന്നത് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം പറയാനാണ്. ഈ പോലീസുകാരെന്നൊക്കെ പറഞ്ഞാൽ നിസ്സാരക്കാരായി തള്ളിക്കളയാൻ പാടില്ല. അതും സൈബർ പോലീസുകാർ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ ആലക്കോട് ഒരു സൈബർ പോലീസ് സ്റ്റേഷനുള്ള കാര്യം? ആലക്കോട് ഒരു സൈബർ പോലീസ് സ്റ്റേഷനുണ്ട്. ഔപചാരികമായിട്ട് ഉദ്ഘാടനം കഴിഞ്ഞില്ലെങ്കിൽ പോലും സജീവമായി പ്രവർത്തിക്കുന്ന ഒരു സൈബർ പോലീസ് സ്റ്റേഷൻ. ചില ആളുകൾ കേസുമായിട്ട് നേരെ സൈബർ പോലീസ് സ്റ്റേഷനൊക്കെ പോലും. കാരണം പണ്ടത്തെ ആലക്കോട് പോലീസ് സ്റ്റേഷനാണ് ഇപ്പോഴത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ. എന്നാലേ ഞാൻ പറയാൻ പോകുന്നത് മറ്റൊരു കാര്യമാണ് കേട്ടോ. ഈ സൈബർ പോലീസുകാരെ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ പണി പാലും വെള്ളത്തിൽ കിട്ടും. അതുകൊണ്ട് ആലക്കോട്ടെ സൈബർ പോലീസുകാർ ഒരുത്തരെ പൊക്കിയ കഥയുമായിട്ടാണ് ഞാനിപ്പോ ഈ സമയത്ത് വരുന്നത്. ഈ തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള കാഞ്ഞിരങ്ങാട് സ്വദേശി ജോൺ പോൾ എന്ന് പറയുന്ന ഒരാളെന്നേ. ജോൺ പോൾ എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ പേരെന്ന് തോന്നുന്നു. ഓക്കെ, ജോൺ പോൾ എന്ന് പറയുന്ന ആളിൽ നിന്നും പോൾ ജോസഫ് എന്ന് പറയുന്ന ഒരാളിൽ നിന്നും 32 ലക്ഷം രൂപ ചില ബിരുദന്മാർ തട്ടിയെടുത്തു. കഴിഞ്ഞ ഡിസംബർ മാസമാണ് ഈ സംഭവം നടന്നത്. അങ്ങനെ ഡിസംബർ മാസം 28-ാം തീയതി മുതൽ ഏതാണ്ട് ജനുവരി മാസം 2-ാം തീയതി വരെ നടന്ന ഒരു തട്ടിപ്പ്. അപ്പോൾ ആ തട്ടിപ്പില് 32 ലക്ഷം രൂപയോളം ഈ പോൾ ജോസഫിന് നഷ്ടമായി. അങ്ങനെ പോൾ ജോസഫ് ആകെ വിഷമിച്ചിരുന്നത് ഇത് ഇപ്പൊ കിട്ടും എന്നൊക്കെ പറഞ്ഞ് നിന്നതാണ്. പക്ഷെ കിട്ടിയില്ല. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി എത്തി. അപ്പൊ സാധാരണ നമ്മളൊരു ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ പരാതി എത്തി അന്വേഷിക്കാം എന്നൊക്കെ പറഞ്ഞ് മാറ്റി വെക്കലാണ്. അങ്ങനെ അന്വേഷിച്ച് ഇത് അന്വേഷിക്കുവാനുള്ള ചുമതല ആലക്കോട്ടെ സൈബർ പോലീസുകാരിൽ നിക്ഷിപ്തമായി. അങ്ങനെ സൈബർ പോലീസ് അന്വേഷിക്കാൻ തുടങ്ങി. നമ്മുടെ സൈബർ പോലീസ് SHO കൃഷ്ണകുമാർ KG ഇവിടെ നേതൃത്വത്തിൽ അങ്ങനെ അന്വേഷണം തുടങ്ങി. അപ്പൊ അന്വേഷണം തുടങ്ങി സംഗതി ഇവർക്ക് പിടുത്തം കിട്ടി. യഥാർത്ഥത്തിൽ ഈ പണവുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ഇടനിലക്കാരായി നിന്ന ഒരു സന്തോഷ് എന്ന് പറയുന്ന ആൾ കൊല്ലം സ്വദേശിയാണെന്ന് മനസ്സിലായ പോലീസുകാര് നമ്മുടെ SI സൈബുകുമാറും SI ചന്ദ്രശേഖരനും സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സജി ഫിലിപ്പും അതുപോലെ തന്നെ വുമൻസ് ASI ഗീത പിയും അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ബഷീർ പിയും ഒക്കെ ചേർന്ന് കൊല്ലത്തേക്ക് കുതിച്ചു. അങ്ങനെ കൊല്ലത്ത് 2 ദിവസം താമസിച്ചപ്പോ ടിയാനെ കയ്യോടെ പിടികൂടി. സന്തോഷ് എന്ന് പറയുന്ന ആളിപ്പം ജയിലിലാണ്. എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത്, എന്താണ് ഈ സാമ്പത്തിക തട്ടിപ്പ് എന്നതിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ ആലക്കോട്ടെ സൈബർ പോലീസുകാർക്ക് ഒരു ബിഗ് സല്യൂട്ട്. അപ്പോ ഈ 32 ലക്ഷം രൂപ ഈ പോൾ ജോസഫിന് പോയത് എങ്ങനെയാണെന്നറിയോ? അതറിഞ്ഞാലാണ് നമ്മൾ മൂക്കത്തെ വിരൽ വെക്കുക. ഇന്നത്തെ കാലത്ത് ഇതൊക്കെ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് പണം വേണം, നിക്ഷേപിക്കുക. നമ്മൾ നിക്ഷേപിച്ചാൽ നിങ്ങൾക്ക് നല്ലോണം പണം കിട്ടും. അതായത് ഇത് വലിയ സംഭവമാണ്. നമുക്ക് ഇങ്ങനെ ഇതിനകത്ത് പണം നിക്ഷേപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബിസിനസ് ചെയ്ത് അതിനകത്ത് ലാഭം നിങ്ങൾക്ക് കിട്ടും, ലാഭവിഹിതം കൂടിക്കൊണ്ടിരിക്കും എന്നൊക്കെ പറഞ്ഞ് ആളുകളെ വശീകരിക്കും. അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ആപ്ലിക്കേഷനിൽ എന്ത് ചെയ്യും, നിങ്ങൾ പണം നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ആ ആപ്പ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ നിക്ഷേപിച്ച പണത്തിന്റെ ഒക്കെ ഡീറ്റെയിൽസ് ഇങ്ങനെ കാണാൻ കഴിയും. അങ്ങനെ ആ പണത്തിന്റെ ഡീറ്റെയിൽസ് കണ്ട് ഞാൻ നിക്ഷേപിച്ച പണത്തിന് ഇന്നത്തെ ദിവസം ഇത്രയും ലാഭം കിട്ടിയിട്ടുണ്ട്, വലിയ ലാഭമാണ്. അങ്ങനെ ലാഭം കിട്ടി ഇത് കണ്ടുകൊണ്ടിരിക്കും. അപ്പൊ കുറെ ലാഭം കിട്ടുമ്പോ എന്തായാലും നമ്മൾ ഇത്രയും നിക്ഷേപിച്ചതല്ലേ, ഈ തുക ഇങ്ങോട്ടേക്ക് പിൻവലിക്കാം, എന്നിട്ട് വീണ്ടും നിക്ഷേപിക്കാം എന്ന് കരുതി നമ്മൾ തുക പിൻവലിക്കാൻ വേണ്ടി അപ്ലൈ ചെയ്യും. അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോഴാണ് പറയാ, നിങ്ങൾക്ക് ഇപ്പോൾ തുക പിൻവലിക്കണമെങ്കിൽ ഇത്ര ലക്ഷം രൂപ കൂടി നിങ്ങൾ അതിനകത്തേക്ക് നിക്ഷേപിക്കണം. അങ്ങനെ നിക്ഷേപിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മുഴുവൻ തുകയും പിൻവലിക്കാൻ കഴിയും എന്ന് സന്ദേശം വരും. അപ്പൊ എന്തായാലും ഇത്രയും നിക്ഷേപിച്ചതല്ലേ, അപ്പൊ അത് പിൻവലിക്കണമെങ്കിൽ ഇത്രയും കൂടി നിക്ഷേപിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ എന്നുള്ളതുകൊണ്ട് അത് വീണ്ടും നിക്ഷേപിക്കും. അങ്ങനെ നിക്ഷേപിച്ച് പണം ഗോപി ചന്ദന കുരിവരച്ചു എന്ന് പറയുന്ന പാട്ടൊക്കെ പാടി നിൽക്കേണ്ട അവസ്ഥ വരുമ്പോഴാണ് പോലീസ് സ്റ്റേഷനെ സമീപിക്കുക. അങ്ങനെ സംഭവിച്ചതാണ് ഇവിടെയും. ഇത് സംഭവിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പോൾ ജോസഫ് ഇതെങ്ങനെയാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കണ്ടെത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുകൂടി നിങ്ങൾ അറിയണം. ഈ പോൾ ജോസഫിന്റെ അയച്ചു കൊടുത്ത അഡ്രസ്സിൽ ആ ബാങ്ക് അക്കൗണ്ട് ഇവർ ചെക്ക് ചെയ്തു. അങ്ങനെ ചെക്ക് ചെയ്ത സമയത്ത് ഒരു 5 ലക്ഷം രൂപ സന്തോഷ് എന്ന് പറയുന്ന ഒരാളുടെ അക്കൗണ്ടിലേക്ക് പോയിട്ടുണ്ട്.
അങ്ങനെ കണ്ടെത്തി സന്തോഷ് എന്ന ആളുടെ അക്കൗണ്ട് പരിശോധിച്ച സമയത്ത് ഏതാണ്ട് 60 ലക്ഷത്തോളം രൂപ പലയിടങ്ങളിൽ നിന്നായി ഒരു 5-6 ദിവസം കൊണ്ട് ഈ സന്തോഷിന്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. സന്തോഷ് ഇത് പോയിട്ട് ബാങ്കിൽ പോയിട്ട് ചെക്ക് കൊടുത്തിട്ട് അവിടുന്ന് മാറിയിട്ട് ഇത് ജൂബിൻ എന്ന് പറയുന്ന വേറൊരാൾക്ക് കൊടുത്തിട്ട് കൈമാറിയിട്ടുണ്ട്. അപ്പൊ സന്തോഷ് എന്ന് പറയുന്നത് ഒരു ഇടനിലക്കാരൻ മാത്രമാണ്. ഈ സന്തോഷ് എന്ന് പറയുന്ന ആള് ഈ പ്രധാനപ്പെട്ട കണ്ണികളുടെ ഒരു ഇടനിലക്കാരനാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് ഇത് വന്നിട്ട് ഇദ്ദേഹം അവിടെ ബാങ്കിൽ പോയി വിഡ്രോ ചെയ്യുന്നു. അവിടുന്ന് എടുത്തിട്ട് ഇതിന്റെ യഥാർത്ഥത്തിലെ ആളുകൾക്ക് ഇത് കൊടുക്കുന്നു. അങ്ങനെ തട്ടിപ്പ് വിവരന്മാർ ഏതാണ്ട് 8ഓളം പേരുണ്ടെന്നാണ്. കൊല്ലം സ്വദേശികൾ ഒരുപാട് പേരുണ്ട്, അതിനകത്ത് കോഴിക്കോട് സ്വദേശിയുണ്ട്, ഗൾഫിൽ ഇരുന്ന് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന ആളുകൾ പോലെ ഈ സംഘത്തിലുണ്ട് എന്നാണ് ഈ പോലീസുകാർ പറഞ്ഞത്. എന്തായാലും ഇതൊരു വലിയ പ്രതിസന്ധി തന്നെയാണ് നമ്മുടെ നാട്ടില്. ട്രേഡിങ്ങിന്റെ പേരിൽ ഇത്തരത്തിൽ ഓൺലൈൻ തട്ടിപ്പുമായിട്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. ദൈവത്തെ ഓർത്ത് നമ്മുടെ നാട്ടുകാരോട് പറയുകയാണ്, ഇത്തരത്തിൽ ഒരുപാട് വീഡിയോ ഞാൻ ചെയ്യാറുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ട്രേഡിങ്ങുമായിട്ട് വന്നിട്ട് നിങ്ങൾ ഈ ആപ്പിൽ കയറിയിട്ട് കോപ്പാക്കുക എന്ന് പറഞ്ഞിട്ട് അത് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പാട്ടും പാടി നടക്കേണ്ടി വരും. കൊടുക്കരുത്. 5 നയാ പൈസ നിങ്ങൾക്ക് വർദ്ധിച്ചു കിട്ടുക. നിങ്ങൾക്ക് അങ്ങനെ പണം കയ്യിലുണ്ടെങ്കിൽ ബാങ്കിൽ നിക്ഷേപിക്കുക. ബാങ്കിൽ നിക്ഷേപിച്ച് അത്യാവശ്യം പലിശയും കൊണ്ട് അത് എന്തായാലും തിരിച്ചു കിട്ടുമല്ലോ. അല്ലാതെ ഈ ലിവന്മാർക്കൊക്കെ ഈ സമ്പാദ്യം ഉണ്ടാക്കി കൊടുക്കാൻ എന്തിനാണ് നമ്മൾ വെറുതെ പോകുന്നത്? പിന്നെ പോലീസുകാർക്ക് അതൊരു പണിയുമാവും. അപ്പൊ പോലീസുകാരെന്ന് പറയുന്നത്, ഹായ് ഹമീദ് ഭായ് നമസ്കാരം, ബിജു കാമ്പത്തെ എന്റെ അനിയനാണ്, ബിജു കുരുവേലിക്കാരൻ ഹായ്. അങ്ങനെ ഒരുപാട് ആളുകൾ പല ഇടങ്ങളിൽ നിന്ന് കാണുന്നുണ്ട്. അപ്പൊ കാണുന്ന ആളുകൾക്ക് ഒന്ന് ഷെയർ ചെയ്യണം. ഷെയർ ചെയ്തിട്ട് പറയണം, നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇടപെടരുത്. ഇടപെട്ട് കഴിഞ്ഞാൽ പണി കിട്ടും. പണി കിട്ടിക്കഴിഞ്ഞിട്ട് പോലീസിനെ സമീപിക്കുന്നുള്ളത് പണി കിട്ടാതിരിക്കുന്നതാണല്ലോ, അതിനുള്ള വഴി ഒരുക്കാതിരിക്കുന്നതാണല്ലോ. അപ്പൊ എന്തായാലും ഏകദേശം 8 അക്കൗണ്ട് സന്തോഷിന്റെ പേരിലുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. 8 അക്കൗണ്ട്. അതായത് ഈ മറ്റുള്ള സിമ്മുകളൊക്കെ എടുത്തിട്ട് ആ നമ്പറുകൾക്ക് ഉപയോഗിച്ചിട്ട് സിം ഉണ്ടാക്കും. സിം ഉണ്ടാക്കിയിട്ട് എന്ത് സംഭവിക്കും? അക്കൗണ്ട് തുടങ്ങും. അങ്ങനെ ആ അക്കൗണ്ട് വഴിയാണ് ഈ പണം നടക്കുന്നത്, പണം സ്വീകരിക്കുന്നത്. അങ്ങനെ ആർക്കും ആരെയും യഥാർത്ഥ പ്രതികളിലേക്ക് എത്താൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ ഈ പോക്ക്. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഓൺലൈൻ തട്ടിപ്പുകളിൽ കുടുങ്ങി ജീവിതം നശിപ്പിച്ച ഒട്ടേറെ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇനിയും നിങ്ങൾ കുടുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഈ വീഡിയോയുമായി ഞാൻ വരുന്നത്. എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ പ്രതിയെ കണ്ടെത്തി പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ മുന്നിട്ടിറങ്ങിയ ആലക്കോട്ടെ സൈബർ പോലീസിന് ഒരിക്കൽ കൂടി ബിഗ് സല്യൂട്ട്. അപ്പോ സൈബർ പോലീസുകാർ നമ്മുടെ ചാറ്റിംഗ് നോക്കാൻ വേണ്ടി മാത്രമല്ല ഇത്തരത്തിലുള്ള കേസ് അന്വേഷിക്കാനും ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഓർമ്മ വേണം. നിങ്ങളുടെ പിറകെ സൈബർ പോലീസ് ഉണ്ട് എന്നുള്ള കാര്യം ഓർത്തുകൊണ്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകാം. നമുക്ക് സപ്പോർട്ട് ചെയ്യാനും പ്രതികളെ പിടികൂടാനും 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഈ സൈബർ ടീമിന് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്മ വരട്ടെ. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.